നമ്മുടെ യുവാക്കൾക്ക് ദർശനമുണ്ടെങ്കിൽ പട്ടിണിയുള്ളവനുണ്ടാവും. പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഒരു ദർശന, പ്രിയമുള്ളവർ. നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ ബലഹീനനെ താങ്ങുന്നത് ദർശനമായി. കുമരകം പള്ളിയിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ശുശ്രൂഷയാണ് ഈ അടുത്ത കാലത്ത് ആരംഭിച്ചത്. നല്ലൊരു ശുശ്രൂഷയാണ്. നമുക്ക് ആരോഗ്യവും കഴിവും ശക്തിയുണ്ട്, ഇത് മുഴുവൻ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഇതുള്ളപ്പോൾ അതില്ലാത്തവനെ ഇതാ താങ്ങുന്നതാണ് ദർശനം. കണ്ടോ, അതാ ദർശനം. അപ്പോൾ നമ്മുടെ യുവതീവാക്കന്മാരുടെ ഹൃദയത്തിൽ എന്തുണ്ടാകണം? ദർശനമുണ്ടാകണം. ദർശനം അതെങ്ങനെയാണ്? പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വന്നു കഴിയും. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ദർശനമുണ്ടായി കഴിയുന്നതോടുകൂടി ഈ ഭൂമിക്ക് എന്തുമാത്രം കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും നമ്മുടെ പിള്ളേർ വിചാരിച്ചാൽ. വനിതാ സമാജക്കാർക്ക് ദർശനമുണ്ടാകും. ഇനി നിങ്ങൾ വനിതാ സമാജം കൂടുമ്പോൾ ഒന്ന് നോക്കിയേ, ആരാ അതിനകത്തുള്ളത്? മുടിയെല്ലാം നരച്ച് എല്ലാം തീരുമെന്ന് ഉറപ്പായി കഴിയുമ്പോൾ നമ്മൾ പള്ളിയുടെ മൂലയിലോട്ട് കൂടി മാറിയാമേ നീ ഭാഗ്യ ഒരു പാട്ടും പാടിയിരിക്കും. നമ്മുടെ പെൺപിള്ളേരൊക്കെ അവിടെ പോയി വനിതാ സമാജത്തിൽ. ആധ്യാത്മിക സംഘടനയല്ലേ. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതാ ഇറങ്ങി പ്രവർത്തിക്കേണ്ട സമയം. രോഗിയായി കിടക്കുന്നിടത്ത് എന്ന് ഈ കുഞ്ഞുങ്ങൾ വേണ്ടേ അവരെ പൊക്കാൻ? നിങ്ങൾ വിടുവോ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ശുശ്രൂഷയ്ക്കായി? ഞാൻ വൈദികനാകുന്നതിന് മുമ്പ് തന്നെ മെഡിക്കൽ കോളേജ് വാർഡുകളിൽ സെമിനാരിയിൽ നിന്ന് വെള്ളിയാഴ്ച പോന്നാൽ ശനി ഞായർ ദിവസങ്ങളിൽ കുറച്ച് ചെറുപ്പക്കാരെ കൂട്ടി മെഡിക്കൽ കോളേജ് വാർഡുകളിലേക്ക് കയറും. എന്നിട്ട് ഓരോ രോഗിയുടെ അടുക്ക പോയി നിന്നിട്ട് ചോദിക്കും, എന്നാ പറ്റി? അന്നേരം പറയും, ക്യാൻസറാണ്, പ്രാർത്ഥിക്കാൻ കേട്ടോ. അങ്ങനെ പ്രാർത്ഥിച്ച ആളുകൾ പ്രിയമുള്ള ഇതിനകത്തിരിപ്പുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ച ആളുകളുടെ മാതാപിതാക്കന്മാർ. ഞാൻ പയ്യനായിട്ട് പ്രിയമുള്ളവരെ ശുശ്രൂഷ ചെയ്ത ആളുകൾ ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്നു. ഓരോ രോഗിയുടെ അടുത്ത് പോയി നോക്കി, എന്തു പറ്റി? പ്രാർത്ഥിക്കാനാണ്. അന്നൊന്നും ഒരു രോഗിയും സുഖപ്പെട്ടിട്ടില്ല പ്രിയമുള്ളവർ, ഒറ്റ രോഗിയും സുഖപ്പെട്ടിട്ടില്ല. ആരും പറഞ്ഞിട്ടില്ല രോഗം മാറിയിട്ടുണ്ടെന്ന്. പക്ഷേ നമുക്കൊരു ദർശനമുണ്ടായിരുന്നു, ഈ രോഗിക്ക് നമ്മളെക്കൊണ്ട് എന്തെങ്കിലും ഒരു സമാധാനം കിട്ടട്ടെ. അങ്ങനെ ഇറങ്ങിയത്. അപ്പോൾ പ്രിയമുള്ളവർ, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളെന്ത് ചെയ്യണം? ദർശനമുള്ളവരാക്കി മാറ്റണം. ക്രൈസ്തവ ദർശനമുള്ളവരാക്കി മാറ്റണം. അപ്പം പങ്കുവെക്കുന്ന, ആരോഗ്യം പങ്കുവെക്കുന്ന, കഴിവുകൾ പങ്കുവെക്കുന്ന കുഞ്ഞുങ്ങളാക്കി പരിശീലിപ്പിക്കണം. നമ്മളെക്കൊണ്ട് സാധിക്കുന്നുണ്ടോ? ഇല്ല. പിള്ളേർ പൊതുയോഗം കണ്ടു കഴിയുമ്പോൾ ചോദിക്കും, ഇതെന്നാ പള്ളിയാണ്, ഈ ഒച്ചപ്പാട് വെക്കാൻ വേണ്ടിയാണോ ഞങ്ങൾ പള്ളിയിലേക്ക് വരുന്നത് എന്ന് ചോദിക്കാൻ നമ്മൾ അവസരം കൊടുക്കരുത്. അവർക്ക് ഹരമാകണം പള്ളിമുറ്റം. യുവതീവാക്കന്മാർക്കൊരു ഹരമായി തീരണം. പള്ളിമുറ്റത്തേക്ക് പോന്നാൽ കുഞ്ഞുങ്ങൾ സുരക്ഷിതരാണെന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റണം. അങ്ങനെയുള്ള ദർശനമുള്ള കുഞ്ഞുങ്ങളായിരിക്കണം. ഇന്ന് പൈസ ഏത് രീതി വേണമെങ്കിൽ ചിലവഴിക്കാം. വില കൂടിയ 50,000 രൂപയുടെ സാരി വേണമെന്ന് അവൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? ഒരു കല്യാണ പന്തലിൽ പറയരുത്. അവൾ പറയണം, എനിക്ക് വില കുറഞ്ഞത് മതി. എനിക്കറിയാവുന്നൊരു പെങ്കൊച്ച്, അവൾ വീട്ടുകാരോട് ആവശ്യപ്പെട്ട ഒറ്റ കാര്യമുള്ള കല്യാണത്തിന്, എന്നെ അധികം സ്വർണ്ണമിടാൻ നിർബന്ധിക്കരുത്. ഒരു ചെറിയ മാലയും അത്യാവശ്യം ഒരു വളയും മാത്രം ഇട്ട് സ്വർണ്ണം ഉപയോഗിക്കാതെയാണ് അവൾ വിവാഹം നടത്തുന്നത്. സ്വർണ്ണമൊക്കെ കാണും, പക്ഷേ അത് മനുഷ്യൻ്റെ മുമ്പിൽ കാണിച്ച് തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്ക് ഒരു ഉതപ്പ് അവൾ വരുത്തിയില്ല. കണ്ടോ, ദർശനമുള്ള പിള്ളേർ. നമ്മുടെ ധ്യാനം കൂടി പോയൊരു അച്ഛൻ്റെ മകൾ അമേരിക്കക്കാരിയാണ്. അവൾ പറഞ്ഞ ഇതാണ്, സ്വർണ്ണ നിറമുള്ള ഒന്നും എൻ്റെ കല്യാണത്തിനുണ്ടാകരുത്. എന്നിട്ട് ഇവിടെ വന്ന് അവസാനം വെള്ളി നിറമുള്ള ഒരു ചെറിയ മാല, അത് നൂല് കൊണ്ടുള്ളൊരു മാല, നൂല് പോലെ ഇരിക്കുന്നൊരു മാല ഇട്ടാണ് അവൾ കല്യാണത്തിന് പോയത്. ദർശനം. എന്തിനാണ്? മറ്റുള്ളവർക്ക് ഇതുകൊണ്ട് ഒതപ്പ് തോന്നരുത്. ഇതിന് പറയുന്ന പേരാ ദർശനം. ഞാനും ഈ സ്റ്റീൽ മാല ഇടാൻ കാരണം പ്രിയമുള്ള പ്ലേറ്റ് ചെയ്യാൻ കാശില്ലാഞ്ഞിട്ടല്ല. ഇത് കാണുമ്പം പലരും വിചാരിക്കുന്നത് എന്നാണെന്നറിയോ? പിള്ളേരൊക്കെ ഓർക്കുന്നത് സ്വർണ്ണമാണ്. അതുകൊണ്ട് അവർക്ക് തന്നെ ഒരു ഇടർച്ചയാണ്. എന്താണ്? അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ എത്ര പവൻ, ഇതെത്ര കാണുമായിരിക്കും. കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ എല്ലാം ചിന്ത ചെയ്താണ് പിള്ളേർക്ക്. ആ തിരുമയുടെ കഴുത്തിൽ കിടക്കുന്ന മാല എത്ര പവൻ കാണുമായിരിക്കും. അപ്പോഴാണ് ചില വാർത്തകൾ വരുന്നത്, ഇതാ ബിഷപ്പ് ഹൗസ് കള്ളം കയറി,
25 പവൻ സ്വർണം അടിച്ചുകൊണ്ട് പോയി. അതുകൂടെ കേട്ട് കഴിയുമ്പോൾ പ്രിയമുള്ളവർ, എത്രയോ പേർക്കാണ് ഇടർച്ച ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ സ്വർണം സൂക്ഷിക്കുക. എൻ്റെ ഈ സ്വർണം കിട്ടാറുണ്ട് ഇഷ്ടം പോലെ, വള, മാല, മോതിരം ഒക്കെ. അന്നേരം തന്നെ അത് വിറ്റ് നമ്മൾ സാധുക്കൾക്ക് കൊടുക്കും. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങളെ പുതിയ സംസ്കാരം പഠിപ്പിക്കണം, പുതിയ സംസ്കാരം പഠിപ്പിക്കണം. ആമ്പിള്ളേരിനി പറയണം, കല്യാണം കഴിക്കുമ്പോൾ നീ അധികം സ്വർണ്ണം ഇടണ്ട, ഒരു മാല മതി, എനിക്കതാണ് ഇഷ്ടം എന്ന് പറയുന്ന ആമ്പിള്ളേരുണ്ടാകണം, എന്ന് പറയുന്ന സംസ്കാരം ഉണ്ടാകണം ഇവിടെ. ഇതൊക്കെ ഉണ്ടാകേണ്ടത് ക്രൈസ്തവ ജീവിതത്തിലാണ്. വെടികെട്ട് വരയ്ക്ക് തീ പിടിച്ചിട്ടല്ല പ്രിയമുള്ളവരെ പള്ളിയിൽ വെടികെട്ട് നിർത്തേണ്ടത്. അപ്പോഴല്ല നമ്മൾ നിരോധിക്കേണ്ടത്. ഈ വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കിട്ടണം ചിലതൊക്കെ. അവിടുന്നാണ് നമ്മുടെ നിരോധനം ആരംഭിക്കേണ്ടത്. ചിലതിൻ്റെയൊക്കെ സമൂഹ മധ്യത്തിൽ മാറ്റമുണ്ടാകണം നമ്മുടെ ബൈബിളിൽ നിന്ന്. അപ്പോൾ ഓർക്കുക, യുവാക്കൾക്ക് ദർശനമുണ്ടാകും. ഇനി വൃദ്ധന്മാർക്ക് എന്തുണ്ടാകും? എന്താണ്? സ്വപ്നം. സ്വപ്നമെല്ലാം തീർന്ന പാർട്ടികളാണ് ആര്? വൃദ്ധന്മാർ. ഒത്തിരി സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചിലതൊക്കെ ജീവിതത്തിൽ നടന്നു, ചിലതൊക്കെ പൊളിഞ്ഞു. മനസ്സിലായി ഇത്രയൊക്കെ ഉള്ളൂ ജീവിതം. അതുകൊണ്ട് സ്വപ്നങ്ങളൊക്കെ പൊലിഞ്ഞവരാണ് ആര്? വൃദ്ധന്മാരും വൃദ്ധകളും. പരിശുദ്ധാത്മാവിൻ്റെ കുറവുണ്ട്. അതുകൊണ്ട് ഇനി ഇങ്ങനെ കിടക്കുകയാണ്. എന്താണ്? എൻ്റെ കർത്താവേ, എന്നെ അങ്ങോട്ടൊന്ന് എടുത്തോണം. ഈ പറച്ചിൽ പറഞ്ഞിട്ട് എടുക്കുന്നുണ്ടോ? അതുമില്ല. കാരണം എന്താ? അവിടെ ചെന്നിട്ടും പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. കാരണം പുണ്യമുള്ളവനാണെങ്കിൽ പെട്ടെന്ന് കർത്താവ് കൊണ്ടുപോകും. അകാല മരണങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? നല്ല മനുഷ്യരെയാണ് കർത്താവ് കൊണ്ടുപോകുന്നത്. മരണത്തെക്കുറിച്ച് കേൾക്കാൻ പോലും പലർക്കും പേടിയാണ്. ഈ അടുത്ത കാലത്ത് ഒരു ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ തൂത്തുട്ടി ചാപ്പലിൽ പറഞ്ഞു, പ്രിയമുള്ളവർ, എനിക്ക് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നിങ്ങളെല്ലാം മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരമ്മച്ചിക്ക് ഹാർട്ട് അറ്റാക്ക്. ചീമങ്ങാമരം കാര്യം അമ്മച്ചിക്ക് ഹാർട്ട് അറ്റാക്ക്. അമ്മച്ചിയെ അടുത്ത് ആശുപത്രി കൊണ്ടുപോയി കഴിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പറയുകയാണ്, തിരുമേനി ആ മരണത്തെക്കുറിച്ച് പറഞ്ഞു, പേടിച്ചു പോയത്. മരിക്കാറായ അമ്മച്ചിയാണ്. ആദ്യത്തെ ആംബുലൻസിൻ്റെ ഉദ്ഘാടനം വളരെ അതിശയകരമായി നടന്നു. അത് എൻ്റെ ശുശ്രൂഷകളെ ഭയങ്കരമായി വളർത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി, രണ്ടാമത്തെ ആംബുലൻസിൻ്റെ ഉദ്ഘാടനവും ദൈവം എന്തെങ്കിലും ഇടപെടും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ, രണ്ടാമത്തെ ആംബുലൻസ് കൊണ്ടുപോയിട്ടു. പിറ്റേ ദിവസം രാവിലെ വിശുദ്ധ കുർബാന കഴിഞ്ഞു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അരമനയിലൊരു ദേറാക്കാരൻ അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ ഇറങ്ങി ഹൂസോയ പ്രാർത്ഥന കൊടുക്കുകയാണ്. ഹൂസോയ പ്രാർത്ഥന കൊടുക്കുമ്പോൾ അവിടുത്തെ ഒരു സിസ്റ്ററുണ്ട്, പ്രായം ചെന്ന സിസ്റ്ററാണ്. സിസ്റ്ററിൻ്റെ തലയെ കൈവെക്കുകയും സിസ്റ്റർ ബോധം കെട്ട് സിസ്റ്റർ താഴെ കിടക്കുകയാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ പെട്ടെന്ന് ഇറങ്ങി ചെന്നിട്ട് കയ്യെ പിടിച്ചു നോക്കി. അപ്പോൾ പൾസൊക്കെ കുറയുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു, ആംബുലൻസ് എടുക്ക്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഉദ്ഘാടനം സിസ്റ്ററിനെ കൊണ്ടുപോയിട്ടാണ്. ഞങ്ങൾ മൊസൈക്ക് തറയിൽ കൂടെ ഈ സിസ്റ്ററിനെ പൊക്കാൻ പറ്റത്തില്ല, ഭയങ്കര വലിപ്പമാണ്. ഞങ്ങളെല്ലാവരുടെ കൂടി വലിച്ച് കൊണ്ടുപോയി പ്രിയമുള്ളവരെ ആംബുലൻസെ കയറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത സംഭവം ഉണ്ടായത്. തൊട്ടപ്പുറത്തൊരു ചെറുപ്പക്കാരത്തെ സിസ്റ്റർ നിൽക്കുന്നുണ്ട്. ആ സിസ്റ്റർ ബോധം കെട്ട് താഴെ. ആ സിസ്റ്ററിനെ ഞങ്ങളൊരു മൂലയെ കുത്തിച്ചാരി ഇരുത്തിക്കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കിയപ്പോഴാണ് ഈ അമ്മച്ചിയായിരിക്കുന്ന സിസ്റ്ററിൻ്റെ പ്രഷർ ഭയങ്കരമായിട്ട് താഴ്ന്നുപോയി. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു, പ്രഷർ ഡൗൺ ആയതാണ് ഈ അമ്മച്ചി വീഴാൻ കാരണം. അത് കഴിഞ്ഞ് മറ്റേ സിസ്റ്ററിനെ നോക്കിയിട്ട് ഒരു കുഴപ്പമില്ല. ഈ സിസ്റ്ററിന് കുറച്ചു നേരം കഴിഞ്ഞ് ബോധം വന്നപ്പം ഈ കൊച്ചു സിസ്റ്ററിനോട് ഡോക്ടർ ചോദിച്ചു, സത്യത്തിൽ സിസ്റ്റർ എന്തിനാ ബോധം കെട്ട് വീണെന്ന് ചോദിച്ചു. ഉടനെ ആ സിസ്റ്റർ പറഞ്ഞു, തിരുമേനി ആംബുലൻസ് എടുത്തോ എന്ന് പറഞ്ഞപ്പം എൻ്റെ ചങ്കൊന്ന് കത്തി. കാരണം അമ്മച്ചി സിസ്റ്റർ തട്ടിപ്പോയി. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ബോധം വന്ന ഇതാണ്, അരമനയുടെ പുറകിലൊരു കാടുണ്ട്. ആ കാട്ടിൽ സിസ്റ്റർമാരെ ശവക്കോട്ട ഇതുവരെയും എന്ത് ചെയ്തിട്ടില്ല, നവീകരിക്കാതെ കിടക്കുക. ആ കാട്ടിനകത്താണല്ലോ ഈ സിസ്റ്ററിനെ അടക്കുന്നത് എന്നോർത്ത് എനിക്ക് ബോധം പോയത്. ഞാൻ പറഞ്ഞു, സിസ്റ്ററിന് എന്തായാലും പ്രായമായി, നല്ല ദർശനമുണ്ട്, നല്ല സ്വപ്നങ്ങളുണ്ട്. അപ്പോൾ പ്രിയമുള്ളവർ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രായമായ മനുഷ്യർ വരെ എന്താണ് വെറുതെക്കാരല്ല, അവർക്ക് ദൈവീക ദർശനങ്ങളുണ്ടാകണം. മാലാഖമാരെയും വിശുദ്ധന്മാരെയും ഒക്കെ അവർ കണ്ടുകൊണ്ടിരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വന്നാൽ അവർ രാവിലെ എഴുന്നേൽക്കുന്നു, രാത്രി കിടക്കുമ്പോഴും ഒക്കെ ആരെ കാണും?
വിശുദ്ധന്മാരെയൊക്കെ കാണും. ജീവിതത്തിൽ എന്നെങ്കിലും നമ്മൾ സ്വപ്നം ഒത്തിരി കാണാറുണ്ട്. യേശുക്രിസ്തുവിനെ സ്വപ്നം കാണുന്നത് വല്ലവരും ഉണ്ടോ? പരിശുദ്ധ അമ്മയെ സ്വപ്നം കാണുന്നുണ്ടോ? എന്തെല്ലാം ദുസ്വപ്നങ്ങളാണ് കാണുന്നത്. കഴുത്തെ പിടിച്ച് ഞെക്കുന്നു, വലിച്ചുകൊണ്ടിറങ്ങിപ്പോകുന്നു, പിച്ചി കയറുന്നു, ആക്സിഡൻറ്റ് വരുന്നു, വെള്ളത്തിനടിയിലോട്ട് പോകുന്നു, എന്തെല്ലാം സ്വപ്നം കാണുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് നല്ല സ്വപ്നങ്ങൾ കാണാത്തത്? നല്ല മനസ്സില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഇതാ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ മൂന്നാമത്തെ അനുഭവമാണ്, ഇതാ വൃദ്ധന്മാരുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുമ്പോൾ അവർ നല്ല സ്വപ്നങ്ങൾ കാണും. അതോടുകൂടി ഈ പകലുള്ള വഴക്കങ്ങ് അവസാനിപ്പിക്കും. പകലുള്ള പരിപാടിയൊക്കെ നിർത്തി അവരെപ്പോഴും പ്രാർത്ഥനയും ബൈബിൾ വായനയും വിശുദ്ധ കുർബാന അനുഭവമൊക്കെ ആയിട്ട് അവരങ്ങനെ അങ്ങോട്ട് കഴിയും. അപ്പോൾ പ്രിയമുള്ളവർ, നമ്മൾ ഓർക്കുക, വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, യുവാക്കൾക്ക് ദർശനമുണ്ടാകും, ശിശുക്കളെന്ത് ചെയ്യും? പ്രവചിക്കും. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പരിശുദ്ധാത്മാവിന്, ഞങ്ങളൊരു സൺഡേ സ്കൂൾ ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാവരോടും നടന്ന് പറഞ്ഞു, സൺഡേ സ്കൂൾ ഇങ്ങനെ പോയാൽ പോരാ, പിള്ളേരെയൊക്കെ നല്ല മിടുക്കന്മാരാക്കി തീർക്കണം. അതുകൊണ്ട് കാശ് കൊടുത്ത് നല്ല പ്രൊജക്ടറൊക്കെ മേടിച്ച് നല്ല ഇതൊക്കെ CD ഒരു സ്മാർട്ട് ക്ലാസ്സുകളൊക്കെ സൺഡേ സ്കൂളിന് ആരംഭിക്കണം. നമുക്കൊരു കാലത്തും കാശുണ്ടാകുകയില്ലല്ലോ, നമ്മുടെ പള്ളിക്ക് ഒരു കാലത്തും കാശുണ്ടാകുകയില്ല. കാരണം എന്താ? കയ്യിലുള്ളത് എടുത്ത് കൊടുക്കുകയില്ല. അത് തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ 25 വർഷം മുമ്പ് ഉണ്ടായിരുന്ന അവസ്ഥയാണ് ഇപ്പം. വീടായി, കാറായി, നമ്മുടെ പിള്ളേർക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടി. അങ്ങനെയെങ്കിൽ നമ്മുടെ പള്ളിയിലും എന്തുണ്ടാകണം? സൺഡേ സ്കൂളിന് സ്മാർട്ട് ക്ലാസ് ഉണ്ടാകണം. സൺഡേ സ്കൂൾ അധ്യാപകർ ട്രെയിൻഡ് ആകണം. കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യണം? കമ്പ്യൂട്ടർ വെച്ച് പഠിപ്പിക്കാൻ നമ്മൾ പൈസ മുടക്കണം. കാശ് മുടക്കാതെ കാര്യം നടക്കുമോ? ഇല്ല. അതുകൊണ്ട് ഓരോ സെൻറ്റ് വിറ്റിട്ടാണേലും വേണ്ടില്ല, സൺഡേ സ്കൂൾ കുട്ടികൾക്ക് സ്മാർട്ട് ക്ലാസ് ഉണ്ടായി അവരെ പുതിയ രീതിയിൽ കാര്യങ്ങൾ പഠിപ്പിക്കണം. നമ്മളൊരു 25 വർഷം പുറകിലാണ് കുഞ്ഞുങ്ങളെ സംബന്ധിച്ച്. അങ്ങനെയെങ്കിൽ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഈ കുഞ്ഞുങ്ങളെ നമ്മൾ എങ്ങനെ പ്രിപ്പയർഡാക്കും? അതുകൊണ്ട് പ്രിയമുള്ളവരെ, യുവാക്കന്മാർ ഉണർന്നെഴുന്നേറ്റ് കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യണം. ഞാനൊരു സൺഡേ സ്കൂൾ ആരംഭിച്ചു. പ്രിയമുള്ളവരെ, 2 ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ധ്യാനം, അത് കഴിഞ്ഞാൽ ഈ ക്ലാസ്സെല്ലാം ഈ വിശുദ്ധന്മാരുടെയൊക്കെ കഥകളും കാര്യങ്ങളൊക്കെ TV കാണിക്കും. അങ്ങനെ ഒരു 2.5-3 മണിക്കൂർ നേരമാണ് നമ്മുടെ കുട്ടികളുടെ ധ്യാനം. പിന്നെ സൺഡേ സ്കൂൾ അധ്യാപകർ സൺഡേ സ്കൂളിന് 1 മണിക്കൂർ മുമ്പ് വരണം. വന്നിട്ട് എന്ത് ചെയ്യും? മുട്ടുമേ നിന്ന് അധ്യാപകർ ഒന്നിച്ച് നിന്ന് പ്രാർത്ഥിച്ചിട്ട് സൺഡേ സ്കൂൾ തുടങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് സൺഡേ സ്കൂൾ. കുഞ്ഞുങ്ങൾക്ക് എന്ത് മാറ്റാമെന്നറിയോ? ലേണിംഗ് ഡിസബിലിറ്റിയുള്ള പല കുട്ടികൾക്കും ഡോക്ടർമാർ സർട്ടിഫൈ ചെയ്തവർ തന്നെ ഇപ്പോൾ പറയുന്നു, ആ കുഞ്ഞുങ്ങളുടെ ഈ രോഗം, ഈ ബലഹീനത അപ്രത്യക്ഷമായി പോയി. പ്രിയമുള്ള, ലേണിംഗ് ഡിസബിലിറ്റി അടക്കമുള്ള ഇതാ ബലഹീനതകൾ കുഞ്ഞുങ്ങളെ വിട്ടുമാറുന്നു ഇതാ തിരുവചനങ്ങൾ പഠിപ്പിക്കുമ്പോൾ. അതുകൊണ്ട് നമ്മുടെ പള്ളികളിലെ സൺഡേ സ്കൂളുകൾ മാറണം. സിലബസുകളൊക്കെ എന്ത് ചെയ്യണം? നല്ല ഉള്ള സിലബസൊക്കെ മതി, അതൊക്കെ എന്ത് ചെയ്യണം? അത് നമ്മുടെ കഴിവിനും പ്രാപ്തിക്കുമൊത്ത് നന്നായി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റുന്ന പാകത്തിന് എത്തിക്കണം. അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകേണ്ടിയിരിക്കും. അതിന് കഴിവുള്ളവരെന്ത് ചെയ്യണം? വിദ്യാഭ്യാസവും കഴിവും കമ്പ്യൂട്ടർ അറിയാവുന്നവരെന്ത് ചെയ്യണം? വീട്ടിൽ കുത്തിയിരിക്കാതെ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സമർപ്പിതരായിട്ട് ഇറങ്ങി വരണം. അങ്ങനെയൊക്കെ ഒരു വലിയ മാറ്റം ഈ ധ്യാനത്തിലൂടെ നിങ്ങളുടെ ഇടവകകളിൽ ഉണ്ടാകണം. 3 അടയാളങ്ങളാണ് പരിശുദ്ധാത്മാവ് വരുമ്പോൾ. 1, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ദർശനമുണ്ടാകും. ഞങ്ങളുടെ യുവാക്കൾക്ക് ദർശനം, കുഞ്ഞുങ്ങൾ പ്രവചിക്കും, വൃദ്ധന്മാർക്ക് സ്വപ്നം കാണും. എൻ്റെ കർത്താവേ, ഈ ധ്യാനത്തിലൂടെ ഞങ്ങൾ മാറ്റിമറിക്കപ്പെടട്ടെ. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അഗാധതലങ്ങൾ രൂപാന്തരപ്പെടട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. Somebody